ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഗാർഡനാണ്. ഗാർഡൻ മീൻസ് നിങ്ങൾക്കറിയാലോ, പച്ചപ്പും കാര്യങ്ങളെല്ലാം ഉള്ള പൂക്കൾ അങ്ങനെ എല്ലാം ഉള്ളൊരു ഗാർഡനാണ്. പക്ഷേ ഈ ഒരു ഗാർഡൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗാർഡനാണ്. കാരണം ഇതിനെ വിളിക്കുന്ന പേര് തന്നെയാണ് ലണ്ടൻ 120 ഗാർഡൻ. ദാറ്റ് മീൻസ് വൺ ഓഫ് ദ ടോപ്പ് ഗാർഡൻ ഇൻ UK. ഇൻ ദ വേൾഡ് ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. സോ നിങ്ങൾക്കത് കാണാം. ഞാൻ ആ ഒരു വ്യൂ കാണിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ടോപ്പിലാണ് ഈ വന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നതെന്നും ഈ ഒരു ഗാർഡൻ എത്രത്തോളം ടോപ്പിലാണ് ഉള്ളതെന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ എല്ലാവരുടെയും ഒരു ഈവനിങ് അല്ല, ഡേ ലെഷർ പോയിൻ്റാണ് ഈ കാണുന്നതെല്ലാം. സോ നിങ്ങൾക്ക് കണ്ടല്ലേ, ഈ ഒരു ലിഫ്റ്റ് കയറി, എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ലിഫ്റ്റ്. ഈ ഒരു ലിഫ്റ്റ് കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗാർഡനിലേക്ക് എത്തിപ്പെടുന്നത്. അത്യാവശ്യം നല്ല ഉയരമുണ്ട്. അതിൻ്റെ ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് മുന്നേ ഇവിടെയുള്ള ഈ ഒരു പച്ചപ്പ് കണ്ടില്ലേ, ആദ്യം ഈ പച്ചപ്പൊക്കെ നമുക്കൊന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. സോ ലണ്ടനിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു പോയിൻ്റാണ്, ബട്ട് അതേപോലെ തന്നെ അറിയാത്തൊരു പോയിൻറ്റും കൂടാണിത്. കണ്ടില്ലേ, എൻ്റെ ഈ പുറകെ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ഇത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ കണ്ടില്ലേ, ഇത്രയും ഉയരമുണ്ട്. ഞാൻ ക്യാമറ അങ്ങോട്ടേക്കൊന്ന് തിരിക്കാം. കണ്ടില്ലേ, താഴെ ആൾക്കാർ നടന്നു പോകുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റുന്നില്ലേ. സോ അത്രത്തോളം താഴ്ചയിലാണ് ഈ ഒരു എന്താ പറയുക ബിൽഡിങ്, ഈ ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ ഗാർഡൻ എന്ന് പറഞ്ഞ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമാണ്. നമുക്കൊരു ക്വയറ്റ് ആൻഡ് പീസ് സ്ഥലമായിരിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും അതുപോലെ ലണ്ടനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഷുവറായിട്ടും വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ ലണ്ടൻ 120 ഗാർഡൻ എന്ന് പറയുന്നത്. അത്രത്തോളം ഉയരത്തിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സോ അപ്പം ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ എന്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഇത്രയും നാളും ചെയ്ത വീഡിയോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഞാൻ വന്ന വിസയുടെ യൂത്ത് മൊബിലിറ്റി എന്ന് പറയുന്ന വിസയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു അത് എത്രത്തോളം ഉപകാരപ്പെടുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ലണ്ടനിലെ ആ ഒരു കാഴ്ചകൾ കാണുന്നതിൽ കിട്ടുന്ന ആ ഒരു ഫീല് കുറേ പേര് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, കുറേ പേരെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ദെൻ എന്തുകൊണ്ട് വൈ നോട്ട് ദിസ് വീഡിയോ, വൈ നോട്ട് വി ക്യാൻ ഡു സം അതർ കാറ്റഗറീസ് വീഡിയോസ്. അങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്ന കൂട്ടത്തിലാണ് ഫ്ലൈറ്റൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. കണ്ടല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എൻ്റെ തലയുടെ മുകളിൽ കൂടെ പോകുന്നുണ്ടോ ഫ്ലൈറ്റ്. നല്ല വ്യൂ ആണ്. അത്രയും മുകളിലായതുകൊണ്ട് നമുക്ക് ഇത് കണ്ടില്ലേ, അത്രയും മുകളിലായതുകൊണ്ട് നമുക്ക് നല്ല ഒരു കാറ്റും തണുപ്പും അതുപോലെ തന്നെ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ഫീലും കൂടെ ആയിരിക്കും. നിങ്ങളെ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ലണ്ടനിലെ ഒട്ടുമിക്കല്ല എല്ലാ ബിൽഡിങ്ങും ഈ ഒരു മുകളിൽ ഇതിൻ്റെ ഈ ടോപ്പിൽ വന്നാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കണ്ടല്ലേ, ഈ രണ്ട് ബിൽഡിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് പോയിന്റിൽ ഒരു ചെറിയ കണ്ടില്ലേ, വെള്ളം പോകുന്ന സ്ഥലം കണ്ടില്ലേ. കായലിലൊന്നും വിളിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ തേംസ് റിവറാണ്, നദിയാണിത്. തേംസ് റിവറാണ്. ഇതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, എന്ത് മനോഹരമായിട്ടുള്ള വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലണ്ടൻ 120 ഗാർഡനിൽ നിന്നുള്ള വ്യൂ. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ലണ്ടനിലുള്ളവർ എന്തായാലും വന്നിരിക്കുന്നൊരു പ്ലേസ് ആയിരിക്കും. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈസ് ഫുൾ ഓഫ് ഫ്രീ ഗൈസ്. ഇത് ഒരു പൈസ, ഒരു ടിക്കറ്റ് പോലും ഇല്ലാതെ
നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലണ്ടൻ ഗാർഡൻ, 120 ഗാർഡൻ എന്ന് പറയുന്നത്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ നിങ്ങളിവിടെ മസ്റ്റായിട്ട് വേണം. ലണ്ടനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്നവരായാൽ പോലും നിങ്ങൾ ഇവിടെ ലണ്ടനിൽ വന്ന് ഈ ഒരു വ്യൂ കാണണം. അതിമനോഹരമാണ്. നമുക്ക് എന്തെങ്കിലും ടെൻഷന് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറും. അത്രയ്ക്കും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം ഇവിടെ വരുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും വളരെ സന്തോഷമാണ്. ഇത് കണ്ടില്ലേ, ഒരു ചെറിയ എന്താ പറയുക ഫോണ്ട് പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഞാനിങ്ങനെ ഓർത്തു എന്നാൽ ലണ്ടൻ ഗാർഡൻ തന്നെ പിടിക്കാം. അപ്പം ഞാനും ഇത് വിസിറ്റ് ചെയ്തിട്ടില്ല, ഇത് എൻ്റെ ഫസ്റ്റ് വിസിറ്റാണ്. ഇനി ഞാൻ ഇവിടെ വരുമ്പം എന്തായാലും തീർച്ചയായിട്ടും ഇനി ഞാൻ ഇത് വിസിറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ലൊരു മനോഹരമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നതാണ് ഇത്രയും വലിയൊരു വ്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് അത്രത്തോളം ഒരു മൈൻഡ് ഒക്കെ റിഫ്രഷ് ആക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, എല്ലാ ബിൽഡിങ്ങും, അതായത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ്. ഈ ലണ്ടൻ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലണ്ടനിലുള്ളവർക്കറിയാം, ബിസി സിറ്റി വിത്ത് ലക്ഷറിയസ് തിങ്സ് എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. അതായത് ഏറ്റവും ഹൈ ക്ലാസ് ബിൽഡിങ്സ് മാത്രമല്ല, നമ്മുടെ ഒരു ഏരിയയാണ്. അപ്പം എല്ലാ ടോപ്പ് ബാങ്ക്സും, അതായത് നമ്മുടെ ഒട്ടുമിക്ക വേൾഡിലുള്ള എല്ലാ ടോപ്പ് ബാങ്ക്സും ഉള്ള ഒരു സ്ഥലമാണ് ലണ്ടൻ ബാങ്ക്. അതേപോലെ ലണ്ടൻ്റെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഈ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതായത് എല്ലാ ബാങ്കും ഉള്ളൊരു സ്ഥലമാണ് എല്ലാ കൺട്രിയും. നമ്മുടെ ഇപ്പം കേരളത്തിനെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ SBI ഉണ്ട്, SBI ഉണ്ട്, പിന്നെ പഞ്ചാബ് ബാങ്ക് അതും കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ ബാങ്ക്. പിന്നെ ചൈനീസ് ബാങ്ക് ഉണ്ട്, നമ്മുടെ അറബ്, അങ്ങനത്തെ ഉള്ള എല്ലാ കൺട്രീസിലെയും ബാങ്കുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഈ പറയുന്ന ലണ്ടൻ ബാങ്ക് എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ലൊരു വ്യൂ ആണ്. ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടുത്ത് കാണാം. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കണ്ടില്ലേ. അപ്പം ഇതാണ് ഈ ഒരു വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒത്തിരി പേർക്ക് കണ്ട് മനോഹരമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എന്താ പറയുക, ഗാർഡൻ. സോ എല്ലാവരും വന്ന് ഇത് വിസിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം നല്ലൊരു വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നല്ലൊരു പ്ലേസാണ്. കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ലണ്ടൻ ടവർ ഓഫ് ബ്രിഡ്ജ് ബാക്ക്ഗ്രൗണ്ട് വരുന്നതായിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. ടവർ ലണ്ടൻ ടവർ കൊട്ടാരം ഉണ്ടല്ലോ, ആ കൊട്ടാരം ആ ഒരു കാസ്റ്റിൽ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ഫോട്ടോസ് കിട്ടും. പിന്നെ ഷാർക്ക് ബിൽഡിങ്, അത് നമ്മുടെ ഖത്തർ ഫാമിലീസിൻ്റെ ആണ്. അതായത് ലണ്ടനിലുള്ള ഒട്ടുമിക്ക ഇതിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ള ഖത്തർ എന്താ പറയുക റോയൽ ഫാമിലിക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ചാപ്പലുണ്ട്. ചാപ്പൽ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്കൊരു വീഡിയോസ് എടുക്കാം, അതുപോലെ ഫോട്ടോസ് എടുക്കാം. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ഏരിയ ആണ് ഈ പറയുന്ന ലണ്ടൻ ഗാർഡൻ എന്ന് പറയുന്നത്. 120 ലണ്ടൻ ഗാർഡൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല പച്ചപ്പല്ലേ, എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. ഇതാണ് ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന ബോണസ്. അപ്പം മറക്കണ്ട, സ്പോട്ട് ബാങ്ക്. ഇപ്പോൾ ട്യൂബിലൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ലൈനാണ്. സെൻട്രൽ ലൈൻ ബാങ്കിൽ വരിക, എന്നിട്ട് നേരെ മാപ്പിട്ടിട്ട് 120 ഗാർഡൻ എന്ന് പറഞ്ഞ് മാപ്പിട്ടിട്ട് നേരെ വന്നാൽ മതി. അവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. സോ അപ്പം ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വരിക. ഫ്രീ ഓഫ് കോസ്റ്റാണ്, ഒരു പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ അടുത്ത ലൊക്കേഷൻ ലണ്ടനിലുള്ളവരും UK അടുത്ത ലൊക്കേഷൻ നിങ്ങൾ ബാക്ക് ലിസ്റ്റിൽ മാർക്ക് ചെയ്യുക, ലണ്ടൻ 120 ഗാർഡൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ.
ഇതാണ് ഇന്നത്തെ വീഡിയോസ്. കണ്ടില്ലേ, ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് ലഷർ ടൈം ആസ്വദിക്കുകയാണ്. കാരണം ഇന്ന് മൺഡേ ആണ്. നമ്മുടെ ജോലിയും അതിലെ പ്രഷറും ഹൈ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും എല്ലാം നല്ല കാറ്റുണ്ട്. എല്ലാം ഒന്ന് പോസ് ചെയ്തിട്ട് അവരുടെ ഒരു ടൈം ഓഫ് നമ്മുടെ പറയത്തില്ല വാല്യുബിൾ ടൈം, ലഷർ ടൈം കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുക സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഏരിയ ആണ് ഈ പറയുന്ന ലണ്ടൻ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും മറക്കണ്ട ഈ സ്പോട്ട് ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക. ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ സിയ ബൈ. അപ്പം അടുത്ത വീഡിയോ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ടൈം കിട്ടുന്ന പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം വർക്കിൻ്റെ ഒരു ടൈം കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ സിയ ബൈ. നെക്സ്റ്റ് വീഡിയോ.